നമസ്തേ. അവരും ആത്മവിശ്വാസത്തെക്കുറിച്ചും ഭയമില്ലാതിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു, അറിവ് മാത്രം മതിയോ ഈ കാര്യത്തിന്? അറിവ് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അറിവില്ലെങ്കിൽ നമുക്ക് ഭയം പോവില്ല. നമ്മുടെ ഉള്ളിൽ നന്മ വളർത്തുന്ന സമയത്ത് നമുക്കൊരുപാട് മിത്രങ്ങൾ ഉണ്ടായി വരും. നമ്മൾ ഈ കാണുന്ന ചരാചരങ്ങളെയൊക്കെ മിത്രങ്ങളായി കാണാൻ പഠിക്കണം. ഈ കാണുന്ന മൃഗങ്ങളെല്ലാം, പക്ഷികളെല്ലാം, ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെല്ലാം നമ്മുടെ മിത്രങ്ങളാണെന്ന് നമ്മളൊന്ന് വിചാരിച്ചു നോക്കൂ. ഒരു സ്ഥലത്ത് രാവിലെ വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, ഒരു 5 മിനിറ്റ്, എന്നിട്ട് സ്വയം ചിന്തിക്കുന്നു, ഈ കാണുന്നതെല്ലാം എൻ്റെ മിത്രങ്ങളാണ്. എൻ്റെ ഉള്ളിലുള്ള മിത്രശക്തി വളരട്ടെ. ഈ പ്രഭാതത്തിൽ എൻ്റെ മിത്രശക്തി വളരട്ടെ. മിത്രങ്ങളുമായിട്ട് എനിക്ക് കൂടുതൽ കൂടുതൽ മിത്രങ്ങൾ ഉണ്ടാവട്ടെ. നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ. നമ്മൾ എവിടേക്ക് ഇറങ്ങുമ്പോഴും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് നമുക്ക് ആ സഹായം ഉണ്ടാവുക? നമ്മളെ ഉള്ളിൽ പോസിറ്റീവായ ഒരു എനർജി ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ വയസ്സായ ഒരാൾ നമ്മുടെ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ നമ്മൾക്ക് സീറ്റിലിരിക്കുകയാണ്. തീരെ വിഷമമായിട്ടിരിക്കുന്ന ഒരു ആരോഗ്യമില്ലാത്ത ഒരു വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധ അല്ലെങ്കിൽ ഗർഭിണി കയറി വരുമ്പോൾ, ഒരു കുഞ്ഞിനെ എടുത്ത ഒരു അമ്മ കയറി വരുമ്പോൾ, ഇതാ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു ആനന്ദം ഉണ്ടല്ലോ. ആ ആനന്ദം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ആനന്ദമാണ്. അത് നമുക്ക് മിത്രത ഉണ്ടാക്കുന്നു, സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. ഈ സൗഹൃദങ്ങൾ നമ്മളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. അതേപോലെ തന്നെയാണ് ഈ സൗഹൃദത്തോടൊപ്പം തന്നെ നമ്മുടെ കൃത്യമായ ഇടപെടൽ, കൃത്യമായ ബന്ധങ്ങൾ സൗഹൃദത്തോടൊപ്പം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും, ആത്മവിശ്വാസം ഉണ്ടാക്കും. ഭയമില്ലാതാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാരം വാരം ഭയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന മാറ്റം വരും. മാറ്റം വരണമെങ്കിൽ ഭയമുണ്ട് എന്ന നമ്മളെ ബോധം മാറിയിട്ട് നമ്മളൊരു നൈസർഗികമായ സാധാരണമായ ഭാവത്തിലേക്ക് കടന്നു പോകേണ്ടതുണ്ടല്ലോ. സാധാരണമായ വഴിയിലേക്ക് കൂടി പോവുക. എന്താണത്? ഞാനായിരിക്കുക. എന്നെ ഒരാൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, അത് അവരുടെ വിഷയം. അവരാകാവുന്ന ശ്രമങ്ങളൊക്കെ നടത്തുക. പക്ഷേ നമ്മൾ നമ്മുടെ ഉത്തമമായ ബോധ്യത്തിലൂടെ, ഉത്തമമായ കർമ്മത്തിലൂടെ, ഉത്തമമായ വീക്ഷണത്തിലൂടെ, ഉത്തമമായ ആദർശത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ പ്രകൃതി നമുക്ക് അനുഗുണമായ പലതും ചെയ്തു തരാൻ തുടങ്ങും. നമ്മളെ യാത്രയിൽ പ്രകൃതി നമ്മെ സഹായിക്കാൻ തുടങ്ങും. നമ്മുടെ കാഴ്ചപ്പാടാണ് അവിടെ മാറേണ്ടത് കേട്ടോ. ഭയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഭയമായി മാറും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായി നമ്മൾ മാറും എന്നാണല്ലോ ശാസ്ത്രലോകവും പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മളായിത്തീരും. നമുക്ക് ഭയമുണ്ട്, അയ്യോ മോശം വരും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മോശം വരും. നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ആർ ഇൻസൈറ്റിങ് ഇറ്റ്, നമ്മൾ ഇൻവൈറ്റിങ് ദം. നമ്മൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ നമ്മൾ ആഹ്വാനം ചെയ്ത് കൊണ്ടുവരികയാണ്. അത് പാടില്ല. അപ്പം നമ്മളെ കാഴ്ചപ്പാടിൽ ചെറിയ മാറ്റം വരുത്തുക. അതിന് നമ്മൾ വേദങ്ങളിലെ മന്ത്രങ്ങൾ, പ്രത്യേകിച്ച് ഭാഗ്യസൂക്തം പോലുള്ള മന്ത്രങ്ങൾ, ശിവസങ്കല്പ സൂക്തം പോലുള്ള മന്ത്രങ്ങൾ, ഐകമത്യ സൂക്തം പോലുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വാരം വാരം ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവായി ചിന്തിക്കേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാട് വന്നു തുടങ്ങും. അങ്ങനെ പോസിറ്റീവായി നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നു ഇരിക്കട്ടെ. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ സമീപനത്തിൽ മാറ്റം വരും, നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മുടെ സമീപനം മാറും. അപ്പം നമ്മളെ ഭാഗത്ത് നമ്മളോട് ശത്രുത പ്രഖ്യാപിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മളെപ്പോഴും പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു ശത്രുവാണ് അയാൾ, പണ്ട് കാലത്ത് എന്നോട് അങ്ങനെ പെരുമാറിയിരുന്നു. ഉണ്ടാവാം. ഒരു നദിയിൽ റോറിംഗ് റിവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് വളരെ കുത്തി ഒലിച്ചു വരുന്ന മലീമസമായ ഒരു നദി എല്ലായ്പ്പോഴും മലീമസമാണോ? അല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ സ്ഫടിക സദൃശമായ ജലമൊഴുകുന്നതും കാണാറില്ലേ? ഇതുപോലെയാണ് മനുഷ്യ മനസ്സ്. ആരോ എപ്പോഴോ ഒക്കെ നമ്മളോട് ശത്രുത കാണിച്ചിരിക്കാം. നമ്മൾ അവർക്കൊക്കെ മാപ്പ് കൊടുക്കുക. വിശ്വപ്രാണൻ, ഈ പ്രപഞ്ചത്തിലെ ചൈതന്യം അതെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. നമ്മൾ ആ ചൈതന്യത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, എല്ലാ ശത്രുദോഷവും എല്ലാ മിത്രദോഷവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം അതിനുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്തേ.